ഹായ്, വെതറിൻ്റെ എല്ലാ ഇഷ്യൂസും തുടങ്ങിയിട്ടുണ്ട് ദുബായിൽ. ആളുകൾക്ക് ഇവിടെ അത്യാവശ്യം നല്ല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല നെഗറ്റീവ് ഉണ്ട്, കഫിങ്ങും അതേപോലെ ഇഷ്യൂസൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഡോക്ടർ കാണിക്കാൻ അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ട്. നാട്ടിലെപ്പോൾ തന്നെ ആയിരിക്കും മേ ബി ഈ എമൗണ്ടും വരുന്നത്. പക്ഷേ ഇവിടെ അത് കുറച്ച് AED കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നമല്ലേ, അതുണ്ട്. ഇൻഷുറൻസ് മസ്റ്റാണ്. ആളുകൾ ഈ കയ്യിലുള്ള മെഡിസിൻസൊക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഇഷ്യൂ ഉണ്ടാവും. പിന്നെ കുഴപ്പമില്ല, കുറച്ച് സമയം നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഈ സാധനം മാറും. ഒന്നാമത് നമുക്ക് ഈ ഇഷ്യൂസുള്ള ഹെൽത്ത് ഇഷ്യൂസുള്ള സമയത്ത് നമ്മൾ പുറത്തിറങ്ങും, നൈറ്റും അല്ലെങ്കിൽ മോർണിംഗും ആയിട്ട്. അപ്പോൾ ഈ തണുത്ത കാറ്റിനായിരിക്കും നമ്മൾ പിന്നെ ശ്വസിക്കുന്നത്. സോ അത് പിന്നെ ഇൻഫെക്ഷൻ ആവും. ഇൻഫെക്ഷൻ എന്നാണോ പറയാൻ എനിക്കറിയില്ല, പക്ഷേ അതിനൊരു പിന്നെ അതിൻ്റെ ഇത് കൂടും, ഇൻറ്റൻസിറ്റി കൂടും, നമ്മളുടെ ചുമൻ്റെയും അതേപോലെ തന്നെ കഫവും എല്ലാം. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. കാരണം എനിക്കിപ്പോൾ അനുഭവിച്ചൊരു സാധനമായിരുന്നു. ഞാൻ പിന്നെ കൺസൾട്ട് ചെയ്തു, ഞാൻ കഫ് സിറപ്പ് വാങ്ങിച്ച് ഇപ്പോൾ ഏതാണ്ടൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇത് മാറുന്നു. ഇനിയും കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരും, അതേപോലെ തന്നെ റെഡി ആവുകയും ചെയ്യും. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. എല്ലാവരും ഇൻഷുറൻസ് ഒക്കെ പെട്ടെന്ന് എടുക്കാൻ നോക്കുക. ഇൻഷുറൻസ് ഒക്കെ ലേറ്റ് ആയി കഴിഞ്ഞാൽ അത്രയും പ്രശ്നമായിരിക്കും. ബിക്കോസ് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ഇവിടെ പേയ്മെൻറ്റ് വരും, മെഡിസിനും അല്ലെങ്കിൽ കൺസൾട്ടേഷനൊക്കെ തോന്നും. എന്തായാലും ബി സേഫ്, നന്നായിട്ട് നോക്കുക, ഹെൽത്ത് നോക്കുക. ഹെൽത്താണ് മെയിൻ. ഓക്കെ, ബൈ.